നമ്മൾ വീണ്ടും സ്റ്റേറ്റ് ഗാലറിയിൽ എത്തിയിട്ടോ. ഇന്ന് സ്റ്റുഡൻസൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ആർട്ട് സ്റ്റുഡൻസൊക്കെ കയറി നോക്കാം. നമ്മളിനി അടുത്ത പോകുന്ന ഗാലറിയാണ് മൊസൈക് കസാൽ. നമ്മളിന്ന് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. ചിക്കൻ കിട്ടി, ഒനിയൻ, ജിഞ്ചർ, ഗാർലിക്, പിന്നെ നമ്മുടെ കയ്യിൽ ഉള്ളത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മല്ലിപ്പൊടി, മീറ്റ് മസാലയുണ്ട്, ഗരം മസാലയുണ്ട്, പിന്നെ പെപ്പറാണ്. ഇത് ഇവിടുത്തെ പെപ്പറാണ്, ബ്ലാക്കും വൈറ്റും ഉണ്ട്. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം. നമുക്ക് വേറെ ഇവിടെ കറിവേപ്പിലയോ പച്ചമുളകോ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇത്ര സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അധികം സ്പൈസിയും പറ്റില്ല, കുറച്ചും കൂടി കഴിക്കാനുള്ളതാണ്. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള മസാലയും എല്ലാം പെരട്ടി കേട്ടോ. കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട്, എല്ലാം കൂടി പെരട്ടി വെച്ചേക്കുവാണ്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം, അത്രേ ഉള്ളൂ ചിക്കൻ കറി. വേറെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ റൈസ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ റൈസാണ്. 18 മിനിറ്റ് കുക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇത് കണ്ടോ, ഇത് റൈസ് കുക്ക് ചെയ്യുന്ന പാത്രമാണ്. നമുക്ക് ഇവരുടെ സ്റ്റൈലൊന്നും അറിയില്ല, ഇവര് വേറെ രീതിയിലാണ് കുക്ക് ചെയ്യുന്നത്. ഈ ഒരു ബോൾ കണ്ടോ, ഇതിന്റെ അകത്താണ് റൈസ് ഇടുന്നത്. എന്നിട്ട് ഇതിൻ്റെ അത് വെള്ളം വെച്ചിട്ട് വെള്ളം ഒഴിച്ച് ചൂടാക്കി 18 മിനിറ്റ് കഴിയുമ്പോൾ കുക്കാവുമെന്നാണ് പറയുന്നത്. കണ്ടില്ലേ, എല്ലാം നമ്മളെ പോലെ ഒന്നല്ല, വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് അരി ഊറ്റണ്ട, നേരെ ആ സംഭവം പൊക്കിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റൈസ് വെന്തിരിപ്പുണ്ടാവും എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഒരു കോഫി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. How many rice? 1 glass. 1 glass, 125. Okay. It's a short timer. ഇതൊരു ഷോർട്ട് ടൈമർ ആട്ടോ. നമ്മൾ അരിയൊക്കെ കുക്ക് ചെയ്തിട്ട് നമുക്ക് 20 മിനിറ്റ് വെച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവൻ അടിക്കുമ്പോൾ വന്ന് നോക്കിയാൽ മതി. വെള്ളം It's not enough. We need more water. ഓഹോ, ഡമ്മോ, ഇതാണ് ഇവിടെ ഇലക്ട്രിക് സ്റ്റവ് ആണ്. വെള്ളം കുറച്ചുകൂടി ഒഴിച്ചിട്ട് വേണം നമുക്ക് ഇനി അത് ഇത് ചെയ്യാനായിട്ട്. കോൺസ്റ്റന്റ് പതുക്കെ കുക്കിംഗ് ഒക്കെ എന്നെ കാണിച്ച് എങ്ങനെയാണ് കുക്കിംഗ് അല്ല ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യാനെന്നത് കാണിച്ചിട്ട് കുക്കിങ്ങിന്റെ ഇൻചാർജ് പതുക്കെ എനിക്ക് തന്നട്ടോ. പുള്ളിക്കാരത്തേക്ക് കുക്ക് ചെയ്യാൻ അത്ര ഇതല്ല, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് പുള്ളിക്കാരത്തേക്ക് ഇഷ്ടം. ഞാൻ ഗോവയിലും കേരളത്തിലൊക്കെ പുള്ളിക്കാരത്തി വരുമ്പോൾ ഞാൻ തന്നെയായിരുന്നു പുള്ളിക്കാരത്തിയുടെ ഫുഡൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ കുക്കിംഗ് പോലല്ല കേട്ടോ. നമ്മൾ ഇതെല്ലാം മസാലയൊക്കെ പുരട്ടി വെച്ച സാധനം നമ്മൾ ഒഴിച്ചിട്ട് ചിക്കൻ നമ്മൾ പാനിലിട്ട് ചൂടാക്കി കുറച്ച് വെള്ളം ഒഴിക്കുക. നമ്മൾ റൈസ് അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം ഒരു 18 മിനിറ്റ് ടൈമർ വെച്ചിട്ടുണ്ട്. ചിക്കൻ നമ്മൾ അടുപ്പത്തിട്ടു. നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന പോലെ ഒന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല, അതിനുള്ള സംഭവങ്ങളൊന്നുമില്ല. ഓയിലൊക്കെ കോൾഡാണ്. പിന്നെ ഇവരധികം വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ മസാലയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സൂപ്പാണ്, ഒന്ന് ചൂടാക്കണം. ചിക്കൻ കറി ഇത് ഗെറ്റിംഗ് റെഡി. റൈസ് ആവുന്നുള്ളൂ. അപ്പോൾ റൈസ് വെള്ളം എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് സൂപ്പിലോട്ട് മിക്സ് ചെയ്ത് കുറച്ച്. ഇതൊരു ഉടായിപ്പ് ചിക്കൻ കറി കേട്ടോ. നമ്മളെ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കി അത്രേ ഉള്ളൂ. എങ്ങനെയെങ്കിലും കഴിക്കണമല്ലോ. റൈസിന്റെ കുക്കിംഗ് ടൈം 18 മിനിറ്റാണ് പറഞ്ഞത്. പക്ഷെ 18 മിനിറ്റ് ബോയിൽ ചെയ്താൽ അരി വേകില്ല. നമുക്ക് തർക്കിക്കാനൊന്നും പറ്റില്ല പുള്ളിക്കാരത്തിയത്. അപ്പൊ നമ്മൾ അരി വേകുന്നവരെ വെയിറ്റ് ചെയ്തു, എടുത്തിട്ടു. നോക്കിക്കഴിഞ്ഞപ്പോൾ അരി കല്ല് പോലെ ഇരിക്കുന്നു. വീണ്ടും ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാം. കുറെ ദിവസമായിട്ടും ഇതുപോലത്തെ ഒരു ഫുഡ് കഴിച്ചിട്ട്. റൈസ് ഉണ്ടായിരുന്നു. റൈസ് നമ്മുടെ നോർമൽ റൈസ് പോലെ തന്നെയാണ്. പിന്നെ ചിക്കൻ നല്ല സ്പൈസി ആണെന്നാണ് പറയുന്നത്. കോൺസ്റ്റന്റ് അധികം കഴിക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ കഴിച്ചു. പിന്നെ സൂപ്പ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ വെജിറ്റബിൾ എന്താ സാധനം ഉണ്ടാക്കി, അത് പിന്നെ സൂപ്പാക്കിയെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെ ചേർത്ത് അത് കറിയാക്കി. ഇവിടെ അങ്ങനത്തെ സെറ്റപ്പാണ്. അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല, കിട്ടുന്നത് വാരി കഴിക്കും. ഇന്നാണ് കുറച്ച് റൈസ് കിട്ടിയത്. ഐ എം വെരി ഹാപ്പി. നമ്മളിവിടെ സ്റ്റേറ്റ് മ്യൂസിയത്തിൽ വന്നു കേട്ടോ. അവിടെ ഒരു ഷോ ഉണ്ടെന്ന് പറഞ്ഞു, അത് കാണാൻ വേണ്ടി വന്നതാണ്. ആൻറ്റിൻ്റെ സൈക്കിളിന് ആദ്യത്തെ തന്നെ കാറ്റ് പോയി, ആ കാറ്റടിക്കാനായിട്ട് പമ്പില്ല, അതുകൊണ്ട് നടന്നാണ് വരുന്നത്. ഇനി പോയി പമ്പ് ഒപ്പിക്കണം. കോൺസിന് ആപ്പാടെ കലിപ്പാണ്. പുള്ളിക്കാരത്തി വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളുണ്ടെങ്കിൽ ആപ്പാടെ ദേഷ്യപ്പെടും. നടന്ന് പരിപ്പാവും നമ്മുടെ.
നമ്മൾ വീണ്ടും സ്റ്റേറ്റ് ഗാലറിയിൽ എത്തിയിട്ടോ. ഇന്ന് സ്റ്റുഡൻസൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ആർട്ട് സ്റ്റുഡൻസൊക്കെ കയറി നോക്കാം. ഞാനിപ്പോൾ ഒരു ആർട്ട് ഗാലറിയുടെ ഉള്ളിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് €3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻവാസും പെയിൻറ്റൊക്കെ കിട്ടും. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് വരക്കാം. ആ പെയിൻറ്റിങ് നമുക്ക് കൊണ്ടുപോയി. ഇവിടെ കുറേ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെയും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് എനിക്കിങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഒരുപാട് ആളുകളൊക്കെ ഇവിടുന്ന് കുട്ടികളൊക്കെ ആയിട്ടിരുന്ന് വരയ്ക്കുന്നുണ്ട്. ഈ സ്ഥലം ഉണ്ടല്ലോ, മാസത്തിൽ ഒരു തവണ മാത്രമേ തുറക്കുകയുള്ളൂ. ആ സമയത്ത് നമ്മൾ വന്നിരുന്നിട്ട് ഇവിടെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തുടങ്ങിപ്പോയി. കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി എങ്ങനെയാണെന്നുള്ളത്. But if you are interested to watch later the paintings. ഈ ഇവിടെ 3 ഗാലറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗാലറിയിലോട്ട് കാണാൻ പോണേ. അവിടെ മൊബൈൽ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡ്രെസ്ഡൻ സിറ്റിയുടെ ഏറ്റവും മഹത്തായ ആർട്ട് കളക്ഷനുകളുള്ള സ്റ്റേറ്റ് ഗാലറിയിലാണ്. ഇതിൻ്റെ പേര് ആൽബർട്ടിനം എന്നാണ്. 1559 1563 ഇടയ്ക്കാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിന് ശേഷം ഈ ബിൽഡിംഗ് മ്യൂസിയമായിട്ട് മാറ്റുകയായിരുന്നു. ഇവിടുത്തെ രാജാവിനോടുള്ള ആദരസൂചകമായിട്ടാണ് ആൽബർട്ടിനം എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത്. കിങ് ആൽബർട്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ആയിരത്തി 1945 ബോംബാക്രമണത്തിൽ ഡ്രെസ്ഡനിലെ സാക്സോണി എന്ന് പറഞ്ഞ ഒരു വലിയ സ്റ്റേറ്റാണ്. അവിടുത്തെ പല മ്യൂസിയങ്ങളും തകർന്നു പോയി. അതിൽ കുറച്ച് മാത്രം കേടുപാടുകൾ സംഭവിച്ചത് ആൽബർട്ടേനിയമാണ്. അപ്പോൾ ആൽബർട്ടേനിയത്തിലേക്ക് മറ്റുള്ള പെയിൻറ്റിങ്ങുകളെല്ലാം റെഡ് ആർമി കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ ആൽബർട്ടേനിയം ഡ്രെസ്ഡൻ ആർട്ട് കളക്ഷൻ്റെ വലിയൊരു ട്രഷറായി മാറി. ഇതിൽ റെഡ് ആർമി എന്ന് പറയുന്നത് റഷ്യൻ ആർമിയെക്കുറിച്ചാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഈസ്റ്റ് ജർമ്മനി ഏറെക്കുറെ റഷ്യയുടെ കയ്യിലായിരുന്നു. അങ്ങനെയാണ് റഷ്യൻ ആർമി ഈ ആർട്ട് ട്രഷറുകളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാരണം. ആൽബർട്ടേനിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് റൊമാൻറ്റിക് കാലഘട്ടത്തിലുള്ള ആർട്ട് തൊട്ട് ഇന്നത്തെ കാലത്തുള്ള ആർട്ട് വരെയാണ്. ഇവിടെ നമുക്ക് മോഡേണും കണ്ടംപററി ആയിട്ടുള്ള ആർട്ട് വർക്കുകൾ കാണുവാൻ സാധിക്കും. ആൽബർട്ടിനം നമുക്ക് തരുന്നത് ഒരു മഹത്തായ എക്സ്പീരിയൻസ് ആണ്. റൊമാൻറ്റിക് കാലഘട്ടം തൊട്ട് ഇന്നത്തെ മോഡേൺ മാസ്റ്റേഴ്സിൻ്റെ കളക്ഷൻ വരെയുള്ള പെയിൻറ്റിങ്ങുകളുടെ ഒരു അമൂല്യ ശേഖരമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു ഡേ ടിക്കറ്റിന് €24. ഡ്രെസ്ഡനിലെ എല്ലാ മ്യൂസിയത്തിലും നമുക്ക് ഈ ടിക്കറ്റ് ഉപയോഗിച്ച് കയറുവാൻ സാധിക്കുന്നതാണ്. ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു മ്യൂസിയം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഈ ടിക്കറ്റ് വെച്ച് എൻട്രി ചെയ്യാം. അതിൽ 17 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല, അവർക്ക് ഫ്രീ എൻട്രിയാണ്. അതുപോലെ തന്നെ ചില
സൺഡേകളിൽ ഒരു നിശ്ചിത സമയം ഏകദേശം ഒരു 2 മണിക്കൂർ നമുക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടും. ഞങ്ങളിന്നിവിടെ എത്തിയിരിക്കുന്നത് ഫ്രീ ടിക്കറ്റിലാണ്. കാരണം ഒരുപാട് പൈസയൊന്നും മുടക്കി നമുക്ക് ഇതുപോലുള്ള കാഴ്ചകൾ കാണുവാൻ സാധിക്കില്ല. ഇപ്പോൾ സ്റ്റേറ്റ് മ്യൂസിയത്തിലെ ഒരു ഗാലറി നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ഇത് ഒരുപാടുണ്ട്. ഒരു ഗാലറി എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, പഴയ ഒരുപാട് വലിയ ഗാലറിയാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ഗാലറിയാണ് ക്ലിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗാലറി. പറയാനൊക്കെ ഭയങ്കര പാടാട്ടോ. അതിൻ്റെ അകത്ത് ആംബിയൻസും ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മളിനി അടുത്ത പോകുന്ന ഗാലറിയാണ് മൊസൈക് കസാൽ. ഇപ്പോൾ കണ്ട മ്യൂസിയത്തിൽ ഏറ്റവും കൂടുതൽ സ്കൾപ്ചേഴ്സ് ആയിരുന്നു കേട്ടോ. മൊസൈക്കും മാർബിൾസിൻ്റെ സ്കൾപ്ചേഴ്സ് ആയിരുന്നു കണ്ടത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന സ്കൾപ്ചറിൻ്റെ ഇതാണ്. പക്ഷേ കോൺസിന് അത് അത്ര വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്കൊന്ന് പോയി നോക്കാം. Yeah, I'm coming. നമ്മൾ ഗാലറി കയറുന്നതിന് മുമ്പ് നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ച് പോകും. അപ്പോൾ കോൺസിന് ഇവിടെ ലോക്കറുണ്ട്. നമ്മളവിടെയാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഡ്രെസ്ഡനിൽ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട് കേട്ടോ. അതൊരു മ്യൂസിയം മാത്രമല്ല, ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. ഇപ്പോൾ നല്ല വെതറായിരുന്നു അകത്ത്. പുറത്തോട്ടിറങ്ങിയപ്പോൾ തണുപ്പായി, മഴയുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതാട്ടോ നമ്മുടെ ഡിന്നർ ഇന്നത്തെ. കുറച്ച് നട്ട്സ്, കുറച്ച് ആപ്പിള്, അങ്ങനെ ചെറിയൊരു ഡിന്നറോടുകൂടി ഇന്നത്തെ പരിപാടികൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് നല്ല നല്ല വീഡിയോകളുമായിട്ട് ജർമ്മനിയിലെ ഡ്രെസ്ഡനിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.